എന്നോട് പറഞ്ഞൊരു ഡി സി മെമ്പർ പറഞ്ഞിട്ടുണ്ട്, എന്താ ചെയ്യുക, നമ്മൾ പാർട്ടിനോട് പറയും നിങ്ങൾ എന്തെങ്കിലും കൊടുത്തോന്നിട്ട് ഞാനൊന്ന് വിളിക്കാമെന്ന് പറയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ എത്തി സഖാക്കളെ? അപ്പോ ജനങ്ങൾക്ക് ഇടപെടാനുള്ള എല്ലാ വാതിലുകളും ജനലുകളും ഈ കേരള സംസ്ഥാനത്തിൽ കൊട്ടിയടച്ചു. ഈ ഗവൺമെന്റ് അതിന്റെ ദുരന്തം അനുഭവിക്കുന്നു കേരളത്തിലെ ജനത. കയ്യും കാലും വെട്ടേണ്ടവനെ വെട്ടണം. എൻ്റെത് വെട്ടിയിട്ടൊരു കാര്യമില്ല, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു മാസം കേരളം മുഴുവൻ നടന്ന് പറയാനാ തീരുമാനം, ആയുസ്സും ആരോഗ്യവും പടച്ചോൻ തന്നാൽ. അപ്പം ഞാൻ മിനിയാന്ന് നിസ്കരിക്കും എന്ന് പറഞ്ഞപ്പോൾ 5 നേരം നിസ്കരിക്കും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മളെ അടുത്ത് അൻവറാക്ക അത് മാത്രം പറയില്ലട്ടോ, ഭയങ്കര പ്രശ്നമാണ്. 4 വഴിക്കും വിളി. ഇന്ന് രാവിലെ ഇപ്പം അവിടുന്ന് പോരുമ്പോഴൊക്കെ എന്നെ കാല് പിടിച്ച് വലിക്കുക, മുണ്ടിപ്പോകരുതേ ഇസ്ലാമേ, മനസ്സിലാവും? അപ്പോ ഇതുപോലെയുള്ള ദുരന്തം നാലോ അരാജകത്വമാണ് ഇതിൻ്റെ പണി. ഇതിൻ്റെ ഫലം ജനങ്ങൾക്ക് ഇടപെടാൻ സാധിക്കാത്തതുകൊണ്ട്. ഈ മാമി കേസ് എന്താ തെളിയാത്തത്? 1 മാസം എന്നെ ഏൽപ്പിച്ചെന്ന് ഞാൻ തെളിയിച്ചില്ല. ഒറ്റ മാസം, 1 മാസം 15 ദിവസം കൊണ്ട് തെളിയിച്ചു കൊടുക്കുക. 2 പോലീസുകാരൻ്റെ കൂടെ വിട്ടാൽ മതി. അത് 4 ആളെ പിടിച്ച് 2 പറയുന്നില്ല, 13, 14 മാസം, 13ാമത്തെ മാസം കിടക്കുക. ഇപ്പോഴും അന്വേഷണം എവിടെ എത്തിയിട്ടില്ല. നാളെ ഞാൻ അവിടെ വിശദീകരിക്കേണ്ട, അതുകൊണ്ട് ഞാൻ ഇവിടെ സമയം കളയുന്നില്ല. ഇപ്പോൾ പണി എന്താ അറിയാം നിങ്ങൾക്ക്? ഈ ADGPക്ക് ചുരുക്കി 2-3 മിനിറ്റിൽ അവസാനിപ്പിക്കാം. വെള്ളം കൊണ്ട് 2-3 മിനിറ്റിൽ അവസാനിപ്പിക്കാം. ഈ മാമി എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്, എടക്കര സുലൈമാൻ. കേരളത്തിലെ ഒരുവിധം ഭൂമി സംബന്ധമായ എല്ലാവർക്കും അറിയും, നല്ല റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആളാണ്. എടക്കര സുലൈമാനി കുറച്ചും കൂടി മേലെയാണ് മാമി. മാമിക്ക് ഫിക്സഡായിട്ട് ഒരുപാട് മുതലാളിമാരുണ്ട് ഈ മലബാറിൽ, ഒക്കെ NRIs. ഏറ്റവും ചുരുങ്ങിയ കച്ചവടം ഒരു 2-3 കോടിയാണ്. അത് 100-50 കോടിക്ക് മേലെയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഈ ചങ്ങാതിയെ വിശ്വാസമാണ്. അപ്പോൾ മാമി പറഞ്ഞാൽ അതാ വില. അപ്പോൾ ചിലർ മാമിയെ എന്തെങ്കിലും ഒരു മാർജിൻ ഇട്ടിട്ട് തന്നോന്ന് പറയും. ഇപ്പോൾ സെൻറ്റിന് ഒരു 10 ലക്ഷം ആണെങ്കിൽ മാമി അതൊരു 11 ലക്ഷത്തിന് കൊടുക്കും, ഇവരറിവോട് കൂടി തന്നെ വാങ്ങുന്ന ആളുകളോട്. കാരണം എന്താ വെച്ചാൽ ഒരു 10 സെൻറ്റ് വാങ്ങുമ്പോൾ ഈ വാങ്ങുന്നതിനെ സംബന്ധിച്ച് പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കണ്ട. സെൻറ്റിന് 1 ലക്ഷം കൊടുത്താൽ ബാക്കിയെല്ലാം മാമി ആയിക്കോളും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർത്തട്ടോ. അല്ല, ഈ ചങ്ങായിക്ക് പിരാന്തായി നടക്കുന്നതെന്ന് വിചാരിക്കണ്ട, അതുകൊണ്ട് ചോദിച്ചാൽ. അപ്പോൾ മാമിയുടെ ഒരു സ്റ്റൈൽ ഇതാണ്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ എത്തിയപ്പോൾ എന്താ സംഭവിച്ചാൽ, ചിലതിൽ മാമി പറയും 10 ലക്ഷം കേട്ടോ വില, 11, ഇപ്പോൾ 11 ലക്ഷം. ഇത് നാട്ടിൽ നടക്കുന്നൊരു കച്ചവട രീതി. അപ്പുറത്തൊരു ലക്ഷം ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ചില കേസുകളിൽ മാമി അമിതമായ ലാഭം എടുത്തു എന്നുള്ള ചില്ലറ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രമാണിമാരാണ് ഈ ലിസ്റ്റിൽ. ഇതിൽ ADGP അജിത് കുമാർ ഈ കൊലക്ക് പിന്നിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണത്തിൽ തെളിയൂ. ഞാനത് അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്താ കാര്യം എന്ന് അറിയാം നമുക്ക്? ഈ മാമിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ ഒരു 100 കോടിക്ക് മേലെ ആസ്തിയുള്ള ഒരു 10-100 ചില ആളുണ്ടാവും, അല്ലെങ്കിൽ 200 ആളുണ്ടാവും. വിദേശി മലയാളികൾ, തമിഴ്നാട്ടിലവരൊക്കെ. ഇപ്പം ഇവരൊക്കെ ഇങ്ങനെ വിളിപ്പിക്കുക കുറേ കാലമായിട്ട്. എന്തിനാ? ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യാനേ. ഒരു വിളിക്കും, നാളെയും വരണം എന്ന് പറയും. സ്വകാര്യമായിട്ടാണ്, ഗസ്റ്റ് ഹൗസിൽ അവിടെയും വേണ്ടിയൊക്കെയാണ്. അതൊന്നും ഇവിടുത്തെ പോലീസേ അറിയില്ല കേട്ടോ, ഒരു പോലീസും അറിയില്ല. നിങ്ങളെന്താ പണി? ഇവരൊന്ന് ചെറുതായിട്ട് മിരട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ. മാനക്കേടല്ലേ? ഇവരൊന്നും ചെയ്തിട്ട് ഒരു ബന്ധമില്ല. മാമി ഏതോ ഒരു കച്ചവടം ചെയ്ത് ആ കച്ചവടത്തിൽ വരെ ഭൂമി എടുത്ത് അല്ലെങ്കിൽ വിറ്റ് അതിൻ്റെ കമ്മീഷൻ മാമിക്ക് കൊടുത്ത് പിരിഞ്ഞു പോയ മനുഷ്യന്മാരാണ്. അപ്പോൾ 2ാമത് വട്ടം വിളിക്കുന്നതോട് കൂടിയിട്ട് എന്തായി? പിന്നെയും വിളിപ്പിക്കും, നാട്ടിലിതറിയും, മാനക്കേടാകും. അപ്പോൾ എന്താണ്? എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി തരണം.
ഞാനില്ലല്ലോ ഇതിൽ സാറേ, രക്ഷപ്പെടുത്തി തരണം, മാനക്കേടാണ്. അങ്ങനെ ഇങ്ങനെ കൊണ്ടേ കൊടുക്കുക. 5ഉം 10ഉം 20ഉം 25ഉം 50 ലക്ഷം വരെ കൊടുത്തോണ്ട്. ഈ 50 ലക്ഷം കൊടുക്കണവന് നമ്മൾക്ക് ഒരു 50,000 വിലയുള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. 10 ലക്ഷം കൊടുക്കുന്നവന് ഒരു 10,000 രൂപയുടെ വിലയുള്ളൂ അവനെ സംബന്ധിച്ച്. ഇത് നല്ല കൊയ്ത്താണ്. അത് അമ്പകുരം തുടരുന്നുണ്ട്. ഇപ്പോഴേ നിന്നിട്ടുള്ളൂ. ഈ വിഷയത്തിൽ 4 വർത്താനം ഞാൻ പറഞ്ഞ ശേഷം ആ പണി നിന്നത്. അപ്പം അതൊരു ചാകര. മാമി പുറപ്പെട്ട് എത്തിയ അവസാനത്തെ ടവർ എന്ന് പറയുന്നത് കോഴിക്കോട് നിന്ന് 12 കിലോമീറ്ററാണ് മാമിയുടെ ഒരു കേന്ദ്രത്തിൽ. അവിടുന്ന് പിന്നെ മാമി എന്തായത് എന്നുള്ളത് ആർക്കും അറിയില്ല. അത് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നാളെ കോഴിക്കോട് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഈ രീതിയിൽ കാര്യങ്ങൾ പോവാണ്.